DGP Jacob Thomas 2020 പാർട്ടിക്കായി ചാലക്കുടിയിൽ ജനവിധി തേടും എന്ന വാർത്ത സ്ഥിരീകരിച്ച പാർട്ടി ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് രംഗത്തെത്തിയിരിക്കുകയാണ്. അതിനുവേണ്ടി അദ്ദേഹം സർവീസിൽ നിന്ന് തന്നെ വിരമിച്ചിരുന്നു. VRS-നായി അദ്ദേഹം ചീഫ് സെക്രട്ടറിക്കും കേന്ദ്ര സർക്കാരിനും കത്തും നൽകിയിരുന്നു. കഴിഞ്ഞ തവണ പാർട്ടി ഹൈപ്പർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലാണ് സ്ഥാനാർത്ഥിയെ ആക്കാനുള്ള തീരുമാനം എടുത്തതെന്നും സാബു പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആരെ പിന്തുണയ്ക്കണം എന്നായിരുന്നു ആദ്യം യോഗം ചർച്ച ചെയ്തത്. LDF-നെയും UDF-നെയും പിന്തുണയ്ക്കാൻ ആരും തയ്യാറായിരുന്നില്ല. ചിലർ BJP പിന്തുണയ്ക്കാം എന്ന് പറഞ്ഞിരുന്നു. 10% പേർ നോട്ടയ്ക്ക് വോട്ട് ചെയ്യുകയായിരുന്നുവെന്നും സാബു പ്രതികരിച്ചു. എല്ലാവരും സ്വന്തം സ്ഥാനാർത്ഥി നിർത്തണമെന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. മികച്ചൊരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പാർട്ടി പലരോടും കൂടിയാലോചന നടത്തി. കൊച്ചംസെ ചിറ്റിലപ്പള്ളി അടക്കം 5ഓളം പേർ പട്ടികയിലുണ്ടായിരുന്നു. ജേക്കബ് തോമസ് ആണ് സമ്മതം അറിയിച്ചത്. മത്സരിക്കുമോ ഇല്ലയോ എന്ന് പറയേണ്ടത് അദ്ദേഹം തന്നെയാണെന്നും സാബു പ്രതികരിച്ചിരുന്നു. അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ കാര്യം തങ്ങൾ പറയുന്നില്ല എന്നായിരുന്നു സാബു പറഞ്ഞിരുന്നത്. കഴിഞ്ഞ 70 വർഷക്കാലം ചാലക്കുടിയെ പ്രതിനിധീകരിച്ച MP-മാർ ആര് ചെയ്തതിനേക്കാളും 10 ഇരട്ടിയെങ്കിലും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യും എന്നാണ് സാബു പ്രതികരിച്ചിരുന്നത്. കിഴക്കമ്പലം പഞ്ചായത്തിൽ അടിസ്ഥാന സൗകര്യ വികസനം മാത്രമല്ല തങ്ങൾ ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട്. അത്തരമൊരു പ്രവർത്തനം തന്നെയാകും ചാലക്കുടിയിൽ ജയിച്ചാൽ നടത്തും. അതിനൊരു പ്രത്യേക തിരഞ്ഞെടുപ്പ് പ്രചരണ പത്രിക തയ്യാറാക്കാനില്ല എന്നും സാബു വ്യക്തമാക്കി. ജേക്കബ് തോമസ് ചാലക്കുടിയിൽ സ്ഥാനാർത്ഥിയായേക്കും എന്ന നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇക്കാര്യം 2020 ജേക്കബ് തോമസ് സ്ഥിരീകരിച്ചിരുന്നില്ല. 1985 ബാച്ച് IPS ഉദ്യോഗസ്ഥനായ ജേക്കബ് തോമസിന് 1.5 വർഷത്തോളം സർവീസ് ബാക്കിയുണ്ടായിരിക്കുകയാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. കേരള കേഡറിലെ ഏറ്റവും സീനിയറായ IPS ഉദ്യോഗസ്ഥനാണ് ജേക്കബ് തോമസ്. 2017 ഡിസംബർ മുതൽ സസ്പെൻഷനിലായിരുന്നു അദ്ദേഹം. ഇന്ന് രാവിലെയാണ് വിരമിച്ചത്. VRS-നായി ചീഫ് സെക്രട്ടറിക്കും കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിനും അപേക്ഷ നൽകിയിരുന്നു. തീരുമാനം ചാലക്കുടിയിൽ 2020 മുന്നണി സ്ഥാനാർത്ഥിയാകുമെന്ന തരത്തിൽ നേരത്തെ തന്നെ സൂചനകൾ വന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാജി ഉണ്ടായിരിക്കുന്നത്. 1986 ബാച്ചുകാരനായ ജേക്കബ് തോമസിന് 2020 മെയ് വരെയാണ് സർവീസ് കാലാവധി. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ രാജി ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ താൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്നുള്ള സൂചനകൾ ജേക്കബ് തോമസ് പങ്കുവച്ചിരുന്നു. എന്നാൽ പാർട്ടി ഏതാണെന്ന് വിശദീകരിച്ചിരുന്നില്ല. ഇപ്പോൾ ചാലക്കുടിയിൽ 2020-ക്കായി അദ്ദേഹം ജനവിധി തേടും എന്ന വാർത്തയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.